السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. ഈ ചർച്ചാ സമ്മേളനം അതിൻ്റെ സമാപനത്തോട് അടുക്കുകയാണ്. വ്യത്യസ്ത വീക്ഷണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പലരും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. എല്ലാം കേട്ട നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അതിന്റെ മഹിതമായ ആശയങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യമാണ് ഈ ചർച്ചാ സമ്മേളനം പ്രധാനമായും ഉയർത്തുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ ജനാധിപത്യം തള്ളിപ്പറഞ്ഞ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യ രാജ്യം വിഭാവന ചെയ്യുന്ന ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ടും അത് ബഹുദൈവത്വമാണ് എന്ന നിലപാട് തിരുത്തിക്കൊണ്ടും ജനാധിപത്യം തൗഹീദിന്റെ ഭാഗമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടും ആണോ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായി, ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടന വിഭാവന ചെയ്യുന്ന ജനാധിപത്യം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും തള്ളിപ്പറഞ്ഞുകൊണ്ടും അത് ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടും 1940-കൾ മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടുമാണോ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കുന്നത് എന്ന സുപ്രധാനമായ ചോദ്യവും ഈ ചർച്ചാ സമ്മേളനം മുന്നോട്ട് വെക്കുന്നു. മൂന്നാമതായി, നേരത്തെ പറഞ്ഞതിൽ ഉൾപ്പെടുമെങ്കിലും ഇന്ത്യൻ മതേതരത്വമാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മതങ്ങളും സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തെ നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മതേതരത്വമാണ്. നമ്മുടെ രാജ്യത്തുള്ള 100 കോടി മനുഷ്യർക്ക് 100 കോടി മതങ്ങളാകാമെങ്കിൽ ഈ രാജ്യത്തിന് ഒരു മതമില്ല, രാജ്യവാസികൾക്ക് ഏതു മതവും സ്വീകരിക്കാം എന്ന് പറയുന്ന മതേതരത്വ കാഴ്ചപ്പാട് ജമാഅത്തെ ഇസ്ലാമി വിഭാവന ചെയ്യുന്ന ഇസ്ലാമിൽ, ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്ന പ്രത്യേക ഇസ്ലാമിൽ അത് ബഹുദൈവത്വമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. മതേതരത്വം അംഗീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക്, ഒരു വിശ്വാസത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വന്നിട്ടുണ്ടോ? അതിനുശേഷമാണോ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ജമാഅത്തെ ഇസ്ലാമി അഭിമുഖീകരിക്കുന്നത് എന്ന ചോദ്യവും ഈ ചർച്ചാ സമ്മേളനം ഉയർത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, SSFനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചാ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ സുപ്രധാനമായ മറ്റൊരു വിഷയമുണ്ട്. പോലുള്ള ഒരു പ്രസ്ഥാനം ഈ ചർച്ചാ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അത് സുപ്രധാനമായും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചില വിഷയങ്ങളുണ്ട്. പ്രധാനമായും ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥിതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങൾ 1940-കളിൽ
ഇന്ത്യയിലും കേരളത്തിലും ആരംഭിച്ചത്. ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥിതിയാണ് എന്ന് പറയുന്ന ആദ്യത്തെ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നും സൗകര്യപൂർവ്വം അവർ അവകാശപ്പെടാറുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലുള്ള പണ്ഡിതന്മാർ നേരത്തെ തയ്യാറാക്കുകയും നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ഗ്രാമങ്ങളിലുള്ള പള്ളി ദർസുകളിൽ പോലും പഠനം നടത്തപ്പെടുകയും ചെയ്യുന്ന ഫത്ഹുൽ മുഈൻ പോലുള്ള ഗ്രന്ഥങ്ങൾ ഒരു തവണ പോലും വായിച്ചു നോക്കാത്തതിന്റെ അല്ലെങ്കിൽ പഠിക്കാത്തതിന്റെ കാരണമാണ് ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥിതിയാണ് എന്നാദ്യമായി പറഞ്ഞത് ഞങ്ങളാണ് എന്ന് പറയാനുള്ള കാരണം. ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, ഒരു വ്യവസ്ഥിതിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വ്യവസ്ഥിതിയെ സംബന്ധിച്ച് പൗരാണിക പണ്ഡിതന്മാരും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഗവേഷണം നടത്തി തയ്യാറാക്കിയ പ്രബന്ധങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ ഈ വ്യവസ്ഥിതി സംബന്ധിച്ച് എന്ത് കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പഠനത്തിന്റെ ഭാഗമായെങ്കിലും വായിച്ചു നോക്കണമായിരുന്നു. അത് നോക്കാതെ മൗദൂദിയുടെ സാഹിത്യവാസനയിൽ നിന്ന് അല്ലെങ്കിൽ രചനാപാടവത്തിൽ നിന്ന് ഉയർന്നു വന്ന ചില ആശയങ്ങൾ അത് വ്യവസ്ഥിതിയായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചത്. സമയം പോലെ ഞാൻ അതേക്കുറിച്ച് പിന്നീട് പറയാം. ഏതായിരുന്നാലും ഇവിടെ നമ്മുടെ മുമ്പിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മുസ്ലിം സമൂഹത്തിന്റെ, പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ സർവതോന്മുഖമായ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് തങ്ങൾ എന്ന് ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടാറുണ്ട്. മുജാഹിദ് വിഭാഗവും അങ്ങനെ തന്നെ അവകാശപ്പെടാറുണ്ട്. ആരാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കമാണ്. ഏതായിരുന്നാലും അങ്ങനെ അവകാശപ്പെടുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി നിരന്തരം ഈ സമൂഹത്തെ പിന്നാക്കം വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് SSF സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. 1940കളിൽ പ്രവർത്തനം ആരംഭിച്ച ജമാഅത്തെ ഇസ്ലാമി 25 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അതിന്റെ പ്രസിദ്ധീകരണ വിഭാഗം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പുസ്തകത്തിന്റെ പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ 25 വർഷങ്ങൾ എന്നായിരുന്നു. ആ പുസ്തകത്തിൽ അവർ പ്രധാനമായും അവകാശപ്പെട്ട ഒരു കാര്യം, കുറേയേറെ ഉദ്യോഗസ്ഥന്മാരുടെയും അഭ്യസ്തവിദ്യരുടെയും ഒക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ പ്രസ്ഥാനം ഇസ്ലാമിനെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അവതരിപ്പിക്കുകയും അതൊരു ജീവിത വ്യവസ്ഥിതിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളെ, ചില യാഥാർത്ഥ്യങ്ങളെ വളരെ വൈകാരികമായി ആ പുസ്തകത്തിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ആശയം ഇതാണ്: ഇന്ത്യയിലെ വിദ്യാഭ്യാസം നിഷിദ്ധമാണ് മുസ്ലിം കുട്ടികൾക്ക് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞപ്പോ, മതേതര കലാലയങ്ങളിൽ പഠിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞപ്പോൾ, ഇന്ത്യൻ കലാലയങ്ങളിൽ ജോലി ചെയ്യുന്നത് നിഷിദ്ധമാണ്, സർക്കാർ ഉദ്യോഗങ്ങൾ സ്വീകരിക്കുന്നത് നിഷിദ്ധമാണ്, മുസൽമാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹറാമാണ്, മതവിരുദ്ധമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞപ്പോൾ, ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ജോലി ചെയ്യുന്നതും വിധി തീർപ്പിന് വേണ്ടി ഇന്ത്യൻ കോടതികളെ സമീപിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞപ്പോൾ, ഇന്ത്യൻ കലാലയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കലാലയങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നു. സർക്കാർ ഉദ്യോഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിം ഉദ്യോഗസ്ഥന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം ചെവിക്കൊണ്ട് ആ ഉദ്യോഗങ്ങൾ രാജിവെച്ച് പുറത്തിറങ്ങി വന്നു. ഇന്ത്യൻ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ധാരാളം മുസ്ലിമീങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗദൂദിയുടെയും ആഹ്വാനങ്ങൾ ചെവിക്കൊണ്ട് ആ കുഞ്ചിക സ്ഥാനങ്ങളിൽ നിന്ന്, സുപ്രധാനങ്ങളായ പോസ്റ്റുകളിൽ നിന്ന് ഇറങ്ങിവന്ന്
ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരായി മാറി. ഇന്ത്യയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നിട്ട 25 വർഷങ്ങൾ എന്ന പേരിൽ കേരളത്തിൽ IPH തന്നെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഇതാണ്: ഇന്ത്യൻ കലാലയങ്ങളിൽ നിന്ന് ഞങ്ങൾ മുസ്ലിം കുട്ടികളെ പിൻവലിച്ചു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന മുസ്ലിം ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ പിൻവലിച്ചു. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുള്ള കുഞ്ചിക സ്ഥാനങ്ങളിലിരിക്കുന്ന മുസ്ലിം ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ അവിടെ നിന്ന് പിൻവലിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം ചെവിക്കൊണ്ട് സുപ്രധാനങ്ങളായ ഒരു ഇറങ്ങിപ്പോക്ക് അല്ലെങ്കിൽ ഒരു ബഹിഷ്കരണം ആധുനിക ഇന്ത്യയിലും കുറച്ചു മുമ്പ് ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് നാം അങ്ങനെ ഒരു ശബ്ദം കേട്ടിരുന്നു. ഇന്ത്യയിലെ പാഠ്യപദ്ധതി അല്ലെങ്കിൽ തങ്ങളുടെ സംസ്ഥാനത്തുള്ള സ്കൂളുകളിലും കലാലയങ്ങളിലും പഠിപ്പിക്കപ്പെടുന്ന പാഠ്യപദ്ധതി അത് വർഗീയവൽക്കരിക്കപ്പെടുന്നതുകൊണ്ട്, അതിൽ പഠിപ്പിക്കപ്പെടുന്ന ചരിത്രത്തെ ഹൈന്ദവവൽക്കരിക്കപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം കുട്ടികളെ കലാലയങ്ങളിൽ അയക്കുകയില്ല എന്ന നിലപാട് ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ചില പ്രസ്ഥാനങ്ങളും സംഘടനകളുമൊക്കെ സ്വീകരിക്കുകയുണ്ടായി. അന്നും അതിനെതിരെ SSF ഉൾക്കൊള്ളുന്ന SYS ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഈ പ്രസ്ഥാനത്തിൽ നിന്നാണ് എതിർ ശബ്ദം വന്നത്. പാഠ്യപദ്ധതിയുടെ അമിതമായ ഹൈന്ദവവൽക്കരണവും വർഗീയവൽക്കരണവും തീർച്ചയായും ചെറുക്കപ്പെടേണ്ടതും അത് ചെറുക്കാൻ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന നിയമപരമായ മാർഗങ്ങളിലൂടെ സമര പോരാട്ടങ്ങൾ നടത്തേണ്ടതുമാണ്. പക്ഷെ അതിന്റെ പേരിൽ കലാലയങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന നിലപാട് മുസ്ലിം സമൂഹത്തെ വീണ്ടും പിന്നാക്കാവസ്ഥയിലേക്ക് തള്ളും എന്ന നിലപാട് അത് കേരളത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ SSF SYS ഉൾക്കൊള്ളുന്ന ഈ പ്രസ്ഥാനമാണ് മുന്നോട്ട് വെച്ചത് എന്ന് ഇടക്ക് കയറി ഞാൻ സൂചിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ത് നേടി എന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം ജമാഅത്തെ ഇസ്ലാമിയുടെ 25 വർഷങ്ങൾ എന്ന ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരുപാട് കാരണങ്ങളാൽ, ചരിത്രപരമായ കാരണങ്ങളാൽ വിദ്യാഭ്യാസ രംഗത്ത് പിറകോട്ട് പോയ, പിന്നാക്കം തള്ളപ്പെട്ട ഒരു ജനവിഭാഗത്തെ വീണ്ടും അവരെ പിന്നാക്കം തള്ളുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു 10-25 വർഷങ്ങൾ, ഒരു 40 വർഷങ്ങൾ വീണ്ടും അവരെ പിറകോട്ട് തള്ളുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുകയും അവരെ ഉദ്ദേശിക്കുന്ന തലങ്ങളിൽ അതവർ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അഭിമാനപൂർവ്വം അവകാശപ്പെടുന്നത്. ഞങ്ങളിവിടെ ഉയർത്തുന്ന ഒരു ചോദ്യം ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിക സമൂഹത്തിന്റെ പേരിൽ ഒരു സമ്പൂർണമായ പ്രത്യയശാസ്ത്രം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സൈദ്ധാന്തിക അടിത്തറ അത് വാസ്തവത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ തരത്തിലുമുള്ള മുന്നേറ്റത്തിന് വിഘാതമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ബഹുദൈവത്വമായി, നേരത്തെ സൂചിപ്പിച്ച പോലെ ശിർക്കായി, ഇസ്ലാം കഠിനമായി വെറുക്കുന്ന ഒരു വലിയ പാതകമായി അംഗീകരിക്കപ്പെട്ടിരുന്ന, സമർത്ഥിക്കപ്പെട്ടിരുന്ന ജനാധിപത്യവും മതേതരത്വവും അതേപോലെ ജുഡീഷ്യറിയുമൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം നാം തിരിച്ചറിയണം, അതൊരു തമാശയാണ്. ഇന്ത്യൻ കോടതിയെ വിധി തീർപ്പിന് വേണ്ടി സമീപിക്കുന്നത് ജമാഅത്ത് സിദ്ധാന്ത പ്രകാരം ശിർക്കായിരുന്നു. പക്ഷെ ഒരു തിരുത്ത് താൽക്കാലികമായോ അതിന് സ്ഥിരമായ സ്വഭാവമുണ്ടോ എന്ന് എനിക്കറിയില്ല, ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടല്ലോ. അടിയന്തരാവസ്ഥയുടെ ശരിതെറ്റുകളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സമുന്നതരായ നേതാക്കൾ അറസ്റ്റിലായി, ജയിലിലായി. കേസെടുത്ത് ഇവർ ജയിലിൽ പോയപ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ള ശൂറ അംഗങ്ങൾ കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു. ജയിലിൽ അകപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ സമുന്നതരായ നേതാക്കളെ ഒന്നാം ഘട്ടത്തിൽ അവരെ ജാമ്യത്തിലിറക്കണം, രണ്ടാം ഘട്ടത്തിൽ കേസ് നടത്തണം. കേസ് നടത്തണമെങ്കിൽ വക്കീലിനെ സമീപിക്കണം. വക്കീൽ മുഖേന കേസ് വാദിച്ച് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യണം. എന്തായിരുന്നാലും
നേരത്തെ തങ്ങൾ ശിർക്കാണെന്നും ബഹുദൈവത്വമാണെന്നും ബാധിച്ചുകൊണ്ടിരുന്ന മുസ്ലിം സമൂഹം അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുമായി നിർബന്ധിത ഘട്ടത്തിലെങ്കിലും ബന്ധപ്പെടേണ്ട സാഹചര്യം ജമാഅത്തെ ഇസ്ലാമിക്ക് വന്നു ചേരുകയാണ്. ആ സന്ദർഭത്തിൽ അവശേഷിക്കുന്ന ശൂറ അംഗങ്ങൾ യോഗം കൂടി ഒരു തീരുമാനമെടുത്തു. ഏതായിരുന്നാലും ഇന്ത്യൻ ജുഡീഷ്യറി അത് ശിർക്കാണോ നരകത്തിൽ പോകുമോ, അതല്ല തൗഹീദിന്റെ ഭാഗം തന്നെയാണോ സ്വർഗത്തിലെത്തുമോ, ഇതെല്ലാം തീരുമാനിക്കണമെങ്കിൽ സമ്പൂർണമായ ശൂറ യോഗം ചേരേണ്ടതുണ്ട്. അത് യോഗം ചേരാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു. കുറച്ചാളുകൾ ജയിലിലാണുള്ളത്. അതുകൊണ്ട് അവര് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെയെങ്കിലും തൽക്കാലത്തേക്ക് ഈ ശിർക്കിനെ നാം തൗഹീദായി പ്രഖ്യാപിക്കുകയും അങ്ങനെ ആ പുതിയ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ വക്കീലിനെ നിശ്ചയിക്കുകയും അങ്ങനെ ഈ ആളുകളെ ജാമ്യമെടുത്ത് പുറത്തെടുക്കുകയും അതിനുശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യാം എന്ന് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. ഇതെന്റെ വക പറയുന്ന ഒരു സങ്കല്പമല്ല. ഞാൻ ഈ പറയുന്ന വരികളിലല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ 50 വർഷങ്ങൾ എന്ന് പറയുന്ന 500ഓളം പേജുകളുള്ള IPH പ്രസിദ്ധീകരിച്ച 50 വർഷങ്ങൾ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്ര പുസ്തകത്തിൽ അവര് തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് അത് പറയുന്നുണ്ട്. അത് വായിച്ചു നോക്കുമ്പോ നമ്മുടെ മുമ്പിൽ ഒരു കൗതുകം തെളിഞ്ഞു വരും. അതായത് ഇസ്ലാമിൽ ഒരിക്കലും പൊറുക്കാത്ത, പരിഹാരമില്ലാത്ത ഒരു കുറ്റമാണ് ബഹുദൈവത്വം എന്ന് പറയുന്നത്, ശിർക്ക് എന്ന് പറയുന്നത്. ആ ശിർക്ക് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി, ശൂറകളിലൂടെ കടന്നുപോയി, വ്യക്തിതല ചർച്ചകളിലൂടെ കടന്നുപോയി, ആശയവിനിമയങ്ങളിലൂടെ കടന്നുപോയി, സംവാദങ്ങളിലൂടെ കടന്നുപോയി, അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൗഹീദായി മാറുന്നത് നാം കാണുമ്പോൾ കൗതുകത്തോടെ മാത്രമേ ആ ചരിത്രം നമുക്ക് വായിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. ആർക്കാണ് ഇസ്ലാമിൽ ബഹുദൈവത്വമായി ശിർക്കായി അംഗീകരിക്കപ്പെട്ട ഒരു കാര്യത്തെ അത് തൗഹീദിന്റെ പട്ടികയിലേക്കും പരിധിയിലേക്കും കൊണ്ടുവരാനുള്ള അവകാശം ആർക്കാണ്? വഹി അവസാനിച്ചതിന് ശേഷം അല്ലെങ്കിൽ പ്രവാചകത്വത്തിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരു ശരീഅത്തിന്റെ ബന്ധപ്പെട്ട ഒരു പ്രവാചകന്റെ ദൗത്യം, അല്ലെങ്കിൽ ഒരു വഹയിന്റെ ദിവ്യ സന്ദേശങ്ങളുടെ ഒഴുക്ക്, അതൊക്കെ നിലച്ചതിന് ശേഷം പിന്നെ ഇസ്ലാമിൽ ഒരു കാര്യം ശിർക്കാണ്, ഇസ്ലാമിൽ ഒരു കാര്യം തൗഹീദാണ് എന്നൊക്കെ പറയാനുള്ള അവകാശം ജമാഅത്തെ ഇസ്ലാമിക്ക് ആര് കൊടുത്തു? ജമാഅത്തെ ഇസ്ലാമിയുടെ സൗകര്യാർത്ഥം ശിർക്കുകൾ തൗഹീദായി മാറുകയും തൗഹീദുകൾ ശിർക്കായി മാറുകയും ചെയ്യുമ്പോൾ ഇവരുടെ മുഖത്ത് നോക്കി ഞങ്ങൾക്കത് അനുസരിക്കുവാനും കേൾക്കുവാനും മനസ്സില്ല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് SSF എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ജമാഅത്തെ ഇസ്ലാമിയെ ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളടക്കം മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടോ നമ്മുടെ ചില മതേതര സുഹൃത്തുക്കൾ ഇവരുടെ സ്റ്റേജും പേജും ഒക്കെ പങ്കിടുന്നവരുണ്ട്. ഞങ്ങൾക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ എങ്ങനെയും പ്രവർത്തിക്കാം, ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രവർത്തിക്കാം, ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റെന്തെങ്കിലും രൂപത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാം. കേരളത്തിലെ പാർട്ടിയൊന്നും ഇല്ലാത്ത ആളുകളും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലൊന്നും ബേജാറോ അല്ലെങ്കിൽ എന്തെങ്കിലും അസഹിഷ്ണുതയോ ഉള്ളവരല്ല ഈ പ്രസ്ഥാനം. മറിച്ച് അത് ഇസ്ലാമിന്റെ പേരിലാകുമ്പോൾ, ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു ആദർശത്തിന്റെ പേരിലാകുമ്പോൾ ഞങ്ങൾക്ക് ചിലത് പറയേണ്ടി വരും. എന്താണ് ഇസ്ലാമിന്റെ ദൗത്യം? ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അള്ളാഹുവിന്റെ പരമാധികാരത്തിന് കീഴിലാണ് ലോകമുണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ പരമാധികാരത്തിന് കീഴിലാണ് ലോകമുണ്ടാകേണ്ടത്. അത് ഇന്ത്യയായാലും സൗദി അറേബ്യ ആയാലും ലോകത്തിന്റെ ഏത് രാഷ്ട്രങ്ങളായാലും അത് അള്ളാഹുവിന്റെ പരമാധികാരത്തിന് കീഴിലാണ് ഉണ്ടാകേണ്ടത്. ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ഭരിക്കാൻ തുടങ്ങിയതോടെ ഈ രാജ്യത്ത് അള്ളാഹുവിന്റെ പരമാധികാരം നഷ്ടമായിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന ആശയം ജമാഅത്തെ ഇസ്ലാമിയുടെ അതിന്റെ താത്വികാചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന KC അബ്ദുള്ള മൗലവി, അല്ലെ അദ്ദേഹത്തിന്റെ പേര് KC അബ്ദുള്ള മൗലവി തന്നെ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച ആശയങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പരമാധികാരത്തിന് കീഴിലാണ് ലോകം വേണ്ടത്. ജനാധിപത്യവും മതേതരത്വവും രാജവാഴ്ചയും
അങ്ങനെ തുടങ്ങി കുറെ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം, മതേതരത്വം, ഈ രണ്ട് മൂല്യങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നതുകൊണ്ട് ഈ രാജ്യത്ത് അള്ളാഹുവിന്റെ പരമാധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചുപിടിക്കാൻ വേണ്ടി പ്രജകളായ നാം അധ്വാനിക്കേണ്ടതുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സിദ്ധാന്തത്തിന്റെ, അവര് മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ കാതലായ ഭാഗം ഇതാണ്. എന്തുമാത്രം ബാലിശമായ ഒരു വാദമാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ വിദ്യാഭ്യാസവും ചിന്തയും ആലോചനയുമുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമി വെക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഈ മലപ്പുറം ഒരു മുനിസിപ്പാലിറ്റിയാണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ വലത് മുന്നണിയോ ഇടത് മുന്നണിയോ അധികാരത്തിൽ വരുന്നതോടെ ഈ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ ഈ ഭൂപ്രദേശത്ത് അള്ളാഹുവിന്റെ പരമാധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഈ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ അല്ലെങ്കിൽ ഈ ഭൂപ്രദേശത്ത് അള്ളാഹുവിന് പരമാധികാരം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുകൾക്ക് വിധേയമായി ഈ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വന്ന ഇടത് വലത് മുന്നണികളെ തൂത്തെറിഞ്ഞ് അവിടെ ആര് വരണം? സോളിഡാരിറ്റിയുടെ ഭരണം വരണം, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ ഭരണം വരണം. ഈ സോളിഡാരിറ്റിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ ഭരണത്തിൽ ഭരിക്കുന്നതാരാ? അത് അള്ളാഹു നേരിട്ടാണ് എന്നാണ് മൗദൂദിയൻ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് ബുദ്ധിയുള്ള, വിദ്യാഭ്യാസവും വിവരമൊക്കെ അവിടെ നിൽക്കട്ടെ, സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ വിലാസത്തിൽ ഇവർ അവതരിപ്പിച്ചു എന്നതാണ് ഇസ്ലാമിനോടും ഇസ്ലാമിക ശരീഅത്തിനോടും ഇവര് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇസ്ലാമിന്റെ ദൗത്യം എന്ന് പറയുന്നത് അള്ളാഹുവിന് നഷ്ടപ്പെട്ട പരമാധികാരത്തെ നമ്മളെല്ലാവരും കൂടിയിട്ട് വീണ്ടെടുത്തു കൊടുക്കുക എന്നതല്ല. എന്തൊരു വിരോധാഭാസം, എന്തൊരു അശ്ലീലം! അള്ളാഹുവിന് പരമാധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് നമ്മളെല്ലാവരും കൂടിയിട്ട് വീണ്ടെടുത്തു കൊടുക്കണം. ഇത് ഇതേ രീതിയിൽ തന്നെ, ഈ അക്ഷരത്തിൽ അല്ലെങ്കിൽ പോലും ഇതേ ശൈലിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വികാചാര്യൻ KC അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ 100-100ഓളം പേജുള്ള വലിയ പുസ്തകത്തിൽ പറഞ്ഞത് കാണാം. സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ആര് ഭരിച്ചാലും അത് കോൺഗ്രസ് ഭരിച്ചാലും ഇനി സാക്ഷാൽ നരേന്ദ്രമോദി ഭരിച്ചാലും ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്തുള്ള അള്ളാഹുവിന്റെ പരമാധികാരം നഷ്ടപ്പെടുമെന്ന വിശ്വാസം ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഇല്ല. മോദിയെ എങ്ങനെ ഭരിക്കണമെന്ന് അള്ളാഹുവിനറിയാം. ഇനി മറ്റേതെങ്കിലും ഒരു മോദി വന്നാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭരണാധികാരി വന്നാൽ, ആ ഭരണാധികാരിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ നിലനിർത്തണമെന്നും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അള്ളാഹുവിനറിയാം. ഭൗതിക ലോകത്ത് നാം കാണുന്ന സംവിധാനങ്ങൾ അത് കേവല സംവിധാനങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ ഭരണത്തിനും അവന്റെ തദ്ബീറിനും മറ്റ് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഒരു ഭരണകൂടം നിലവിൽ വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മുതലാളിത്ത സിദ്ധാന്തമനുസരിച്ച് ഒരു ഭരണകൂടം നിലവിൽ വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമനുസരിച്ച് ഒരു ഭൂപ്രദേശത്ത് ഒരു ഭരണകൂടം ഭരിക്കുന്നതുകൊണ്ട് അള്ളാഹുവിന്റെ പരമാധികാരം നഷ്ടപ്പെടുമെന്ന് പറയാൻ മാത്രം അല്പത്വം ഇസ്ലാമിനില്ല, മുസ്ലിമീങ്ങൾക്കില്ല. ആ അല്പത്വം പ്രകടിപ്പിച്ചു പറഞ്ഞു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ഇസ്ലാമിക ശരീഅത്തിനോടും ഈ സമൂഹത്തോടും ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്ന്. ഇസ്ലാമിന്റെ ദൗത്യം എന്താണ്? ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നതല്ല, പിന്നെയോ ഒരു ഉത്തമ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ്. ഒരു ഉത്തമ സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് സാധ്യമാക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ആത്യന്തികമായ ലക്ഷ്യം. മദീനയിൽ അതാണ് സംഭവിച്ചത്. മദീനയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ആദ്യമായി സംഭവിച്ചത് എന്തായിരുന്നു? മദ്യം നിരോധിച്ചു, അല്ലേ? പലിശ നിരോധിച്ചു, അല്ലേ? വ്യഭിചാരം നിരോധിച്ചു, അല്ലേ? കളവ് പറയൽ നിരോധിച്ചു, അല്ലേ? അങ്ങനെ നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ ഒരു ഭാഗത്ത് ശബ്ദിക്കുകയും
ആ തിന്മകളെ ഘട്ടം ഘട്ടമായി നിർമ്മാർജ്ജനം ചെയ്യുകയും മനുഷ്യ സമൂഹത്തിന് പരിചയമില്ലാതിരുന്ന ചില നന്മകളെ അവരിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ നന്മകൾ സ്വീകരിക്കുകയും തിന്മകളെ വർജിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ ആദ്യമായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സൃഷ്ടിച്ചെടുത്തു. അങ്ങനെ ഒരു സമൂഹം രൂപപ്പെടുമ്പോൾ, ഒരു നാഗരികത രൂപപ്പെടുമ്പോൾ, ആ നാഗരികതയെ ഭരിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും ചില കാഴ്ചപ്പാടുകളും ഭരണവ്യവസ്ഥിതിയും, ആ ഭരണവ്യവസ്ഥിതിയെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രാഷ്ട്രീയവും, ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചപ്പാടുകളും, അതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകർത്താവും, ആ ഭരണകർത്താവിന്റെ ഭരണവും, അതൊക്കെ പിന്നീട് വരുന്നതാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇസ്ലാമില് രാഷ്ട്രീയമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്, ഇസ്ലാമിൽ ഭരണമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷേ ഇസ്ലാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഇസ്ലാമിൽ ഭരണമുണ്ട്, പക്ഷേ ഇസ്ലാം ഭരണം പിടിച്ചടക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമല്ല. ഇസ്ലാമിന്റെ ലക്ഷ്യം ഒരു ഉത്തമ സമൂഹത്തിന്റെ സൃഷ്ടിപ്പാണ്. ആ ഉത്തമ സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് സാധ്യമാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു നാഗരികത രൂപപ്പെടുന്നു, അവിടെ ഒരു ജീവിതക്രമം രൂപപ്പെടുന്നു, ഒരു സാമൂഹിക വ്യവസ്ഥിതി രൂപപ്പെടുന്നു. ആ സാമൂഹിക വ്യവസ്ഥിതിയെ പൊട്ടലും ചീറ്റലുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഭരണവ്യവസ്ഥിതി ആവശ്യമാണ്. ആ ഭരണവ്യവസ്ഥിതി നിലവിൽ വരണമെങ്കിൽ അതിനൊരു രാഷ്ട്രീയം ആവശ്യമാണ്. ആ നിലക്കാണ് ഇസ്ലാം ഭരണത്തെയും രാഷ്ട്രീയത്തെയും കാണുന്നത്. അല്ലാതെ ഇസ്ലാം ഭരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമല്ല, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമല്ല. ജമാഅത്തെ ഇസ്ലാമി അതിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി അവതരിപ്പിച്ചു എന്നതാണ് രണ്ടാമത്തെ തെറ്റ്. ഇസ്ലാം എന്ന് പറയുന്ന ഒരുപാട് പീഡിത ജനങ്ങൾക്കും അധസ്ഥിതർക്കും പിന്നാക്കം തള്ളപ്പെട്ട ജനവിഭാഗങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെ നല്ല മനസ്സോടെ, നല്ല കണ്ണോടെ, നല്ല രൂപത്തിൽ മാത്രമേ ലോകത്താരും കണ്ടിട്ടുള്ളൂ. ഇസ്ലാമിനെ ആദർശപരമായി അതിനെ ശത്രുവായി കാണുന്ന മതവിഭാഗങ്ങളും മറ്റു പ്രസ്ഥാനങ്ങളും പോലും അതിന്റെ നന്മയെ കണ്ടിട്ടുണ്ട്, അതിന്റെ മഹിതമായ വിശ്വാസത്തെ കണ്ടിട്ടുണ്ട്, അതിന്റെ മഹിതമായ വ്യവസ്ഥിതിയെ കണ്ടിട്ടുണ്ട്. അവരതൊക്കെയും പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന, പുകഴ്ത്തപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം, ഒരു മതാചാരം, ഒരു മത ദർശനം, ആ ദർശനത്തെ കൊണ്ടുപോയി കുടിലമായ, സങ്കുചിതമായ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി, അധികാര താൽപര്യങ്ങൾക്ക് വേണ്ടി, ഭരണ താൽപര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വളരെ സങ്കുചിതമായ കാഴ്ചപ്പാടുകളുള്ള ഒരു ദർശനമാണ് ഇസ്ലാമിന്റേത് എന്ന് പ്രചരിപ്പിച്ചിടത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ക്രൂരമായ രണ്ടാമത്തെ തെറ്റാരംഭിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മതപരമായി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമും തമ്മിൽ വലിയ ബന്ധങ്ങളില്ല. കാരണം മൗദൂദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം, ഒരു മുസ്ലിം, ജന്മനാ മുസ്ലിമായ ഒരു വ്യക്തി ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗമായി ചേരണമെങ്കിൽ സത്യസാക്ഷ്യവാക്യം ആവർത്തിച്ച് ഉരുവിടണമെന്നാണ്. സത്യസാക്ഷ്യവാക്യം ഉരുവിടണം, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് രണ്ടാമത് ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമാകണം. എന്നു മാത്രമല്ല, 1940കളിൽ ലാഹോറിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ കൺവെൻഷൻ നടക്കുമ്പോൾ 75 പേരാണ് അതിൽ സംബന്ധിച്ചിരുന്നത്. ആ 75 അംഗങ്ങളിൽ നിന്ന് ഒന്നാമതായി എഴുന്നേറ്റ് നിന്ന് അബുൽ അഅ്ലാ മൗദൂദി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. എന്തായിരുന്നു അത്? ഞാൻ എന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ പാരമ്പര്യമാകുന്ന, പഴമയാകുന്ന ഈ ഭാണ്ഡം ഞാൻ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു പുതിയ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ 75 അംഗങ്ങളിൽ നിന്ന് ആദ്യമായി ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗത്വമെടുത്തത് അബുൽ അഅ്ലാ മൗദൂദിയായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല.
എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ആ ബന്ധം കറാച്ചിയിൽ വെച്ച്, ലാഹോറിൽ വെച്ച് 1940കളിൽ നടന്ന ആ ജമാഅത്തെ ഇസ്ലാമി രൂപീകരണ കൺവെൻഷനിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് അബുൽ അഅ്ല മൗദൂദി പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ട്. അത് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരു മതം രൂപീകരിച്ചുകൊണ്ട്, മറ്റൊരു പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമുമായിട്ട് ബന്ധമുള്ളതാണ് എന്നിപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അവർ സ്ഥാപക നേതാവിനെ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്. സ്ഥാപക നേതാവിനെ തള്ളിപ്പറയാനും ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ മടിയൊന്നുമില്ല. കേരളത്തിലും ഇന്ത്യയിലുള്ള രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക്, അധികാര താൽപര്യങ്ങൾക്ക്, ഭൗതിക താൽപര്യങ്ങൾക്ക് എതിരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് അബുൽ അഅ്ല മൗദൂദിയുടെ സിദ്ധാന്തമെന്ന് അമീറിന് തോന്നിയാൽ തള്ളിപ്പറയും. ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദിയും തമ്മിലൊരു ബന്ധമല്ല എന്നാണ് ഇപ്പോഴത്തെ അമീർ, എന്താണ് പേര്, ആരിഫ് അലി. ഇപ്പോഴത്തെ അമീർ 2 വർഷം മുമ്പ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദിയുടെ സിദ്ധാന്തവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ യാതൊരു ബന്ധമല്ല എന്നുള്ളതാണ്. അപ്പോ ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സിദ്ധാന്തം ആരുടേതാണ്? ആരിഫ് അലിയുടേതാണോ? അതോ വളാഞ്ചേരിയിലെ മുഹമ്മദ് അലി മാസ്റ്ററുടേതാണോ? അതല്ല KC അബ്ദുള്ള മൗലവിയുടേതാണോ? ആരുടേതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സിദ്ധാന്തങ്ങൾ? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വളരെ അപകടകരമായ ഒരു കാര്യം, മുസ്ലിം യുവാക്കളെ, മുസ്ലിം ചെറുപ്പക്കാരിൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും അന്യമതസ്ഥരോടുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഷവിത്തുകൾ വളരെ ആസൂത്രിതമായി ഘട്ടം ഘട്ടമായി ഈ സമൂഹത്തിൽ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ നീക്കം നടത്തുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമ്മൾ തിരിച്ചറിയണം. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രങ്ങൾ നിങ്ങൾ നോക്കൂ. അറബ് വസന്തം, അതിന്റെ ശരിതെറ്റുകളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അറബ് വസന്തം നടക്കുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്നു. ഏത് ഭരണാധികാരിയാണ് ഇവിടെ പരമപരിശുദ്ധനായിട്ടുള്ളത്? എല്ലാ ഭരണാധികാരികൾക്കും അവരുടേതായ കുറവുകളുണ്ട്. ഭരണം മനുഷ്യനെ ചീത്തയാക്കും, അധികാരം മനുഷ്യനെ ചീത്തയാക്കും, നീണ്ടു നിൽക്കുന്ന അധികാരം കൂടുതൽ ചീത്തയാക്കും. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അതേത് രാജ്യത്തുമുള്ളതാണ്. ജനങ്ങൾക്കൊരു ഗവൺമെന്റിനെ പിടിച്ചിറക്കി കൊണ്ടുവരാൻ അധികാരവും അവസരവുമുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൽ പോലും ദുഷിച്ച ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്, വളരെ ദുഷിച്ച ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭരണാധികാരികൾ ദുഷിക്കുക എന്ന് പറയുന്നത് അത് കാലങ്ങളായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് അറേബ്യൻ രാജ്യങ്ങളിലും നടന്നിട്ടുണ്ടാകാം. പക്ഷെ അതിന്റെ പേരിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കി, ചോരപ്പുഴ ഒഴുക്കി. ഞാനതിന്റെ ശരിതെറ്റുകളിലേക്ക് ഇപ്പോഴും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈജിപ്തിലും അതുപോലുള്ള അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു മുല്ലപ്പൂ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊച്ചു കേരളത്തിൽ വളരെ കുറച്ച് മുസ്ലിമീങ്ങളുള്ള ഈ കേരളത്തിൽ ആ മുസ്ലിമീങ്ങളിൽ തന്നെ വളരെ വളരെ ന്യൂനപക്ഷം എന്ന് അവർ തന്നെ അംഗീകരിക്കുന്ന അവലംബം ജമാഅത്തെ ഇസ്ലാമിയുടെ 50 വർഷങ്ങൾ. കേരളത്തിൽ ആകെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതം പഠിപ്പിക്കാൻ 150 മദ്രസകളാണുള്ളത്. ആ 150 മദ്രസകളിലുള്ള കുട്ടികളാണ് ഇവരുടെ ഈ ഭാവി എന്ന് പറയുന്ന ഈ വെൽഫെയർ പാർട്ടിയായും സോളിഡാരിറ്റിയായും SIU ആയും ഒക്കെ രൂപപ്പെടാനുള്ളത് ഈ കുട്ടികളാണ്. അങ്ങനെ കേരളത്തിൽ വളരെ ശുഷ്കം സ്വാധീനമുള്ള ഈ സംഘടന നടത്തുന്ന ഒരു പത്രം, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രം, ആ മാധ്യമം പത്രം അറബ് വസന്തം മുന്നോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുല്ലപ്പൂ വിപ്ലവം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിൽ വളരെ ദീർഘമായ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓരോ വാർത്തയും ക്രമീകരിക്കുന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ തല്ലിക്കുക, ഇതാണ് ഒരു ലക്ഷ്യം. മുസ്ലിം സമൂഹത്തിലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളെ തല്ലിക്കുക, പരസ്പരം തല്ലിക്കുക, ഇതാണ് ഒരു വാർത്താ ക്രമീകരണത്തിന്റെ ലക്ഷ്യം. രണ്ടാമത് മറ്റൊരു ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അതെന്താണ്? മുസ്ലിം സമൂഹത്തിന്റെ പുറത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ മതവിഭാഗങ്ങളെയും
മുസ്ലിമീങ്ങളെയും തമ്മിൽ അകറ്റുക. അതാണ് കൈവെട്ട് കേസിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ച നിലപാട്. അതിന്റെ പത്രം വായിച്ചാൽ അറിയാം. ജമാഅത്തെ ഇസ്ലാമി ന്യൂമാൻ കോളേജിലെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് ഈ പത്രം സ്വീകരിച്ച നിലപാടുണ്ട്. ആ നിലപാടിലൂടെ വരികൾക്കിടയിൽ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ചെറുപ്പക്കാരിലേക്ക് പകർന്നു കൊടുത്ത ഒരു സന്ദേശമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ക്രൂരമാണത്. ഈ മുസ്ലിം സമുദായത്തെയും ക്രൈസ്തവ ജനവിഭാഗത്തെയും മുസ്ലിം സമുദായത്തെയും ഹൈന്ദവ ജനവിഭാഗത്തെയും പരസ്പരം തല്ലിക്കുന്നതിന് വേണ്ടിയും പരസ്പരം വെറുപ്പോടെ വീക്ഷിക്കുന്നതിന് വേണ്ടിയും ജമാഅത്തെ ഇസ്ലാമി ഓരോ വാർത്തയും ശ്രദ്ധാപൂർവം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആ പത്രത്തിന്റെ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ടാണല്ലോ രംഗത്ത് വന്നത്. അത് ഒരു വഴിത്തിരിവാണ്. ഗുജറാത്തില് കലാപം നടന്നു. നേരത്തെ ഇവിടെ എം എൻ നാരായണൻ സൂചിപ്പിച്ചുവല്ലോ. കലാപം നടന്നു. മുസ്ലിം സമുദായത്തിന് വമ്പിച്ച നഷ്ടങ്ങളുണ്ടായി. നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭരണകൂടവും അതിന് മനഃപൂർവമായി അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു എന്ന് തന്നെയാണ് മുസ്ലിം സമൂഹവും മതേതര ഇന്ത്യയും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര് ഭരിക്കണം എന്നതല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലുള്ള ചോദ്യം. പിന്നെയോ ഇന്ത്യയായി നിലനിൽക്കണമോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയാനുള്ള കാരണം അതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഗുജറാത്തിലെ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, കഷ്ടപ്പെട്ട മുസ്ലിമീങ്ങളുടെ പേരിൽ പലരും വോട്ട് വാങ്ങി പാർലമെന്റിലെത്തി. അല്ലേ? പലരും വോട്ട് വാങ്ങി പാർലമെന്റിലെത്തി. ഞങ്ങൾ ആരെയും ചോദ്യം ചെയ്യുന്നില്ല. കാരണം ഏതൊരു സാഹചര്യവും എങ്ങനെ വോട്ടാക്കി മാറ്റാമെന്നാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിന്ത. അതാണ് അവരുടെ കഴിവും. ആ കഴിവില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലനിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ജമാഅത്തെ ഇസ്ലാമിയും ആ രംഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഗുജറാത്തില് ക്രിയാത്മകമായി ഈ മുസ്ലിം സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിച്ച ഒരു പണ്ഡിതൻ ഇങ്ങ് കേരളത്തിലുണ്ട്. അദ്ദേഹം ചിന്തിച്ചത്, ഭരണാധികാരികളാൽ വർഗീയവാദികളാൽ ആക്രമിക്കപ്പെടുകയും കീഴ്പ്പെടുത്തപ്പെടുകയും ചെയ്ത ഒരു സമൂഹം, ആ സമൂഹം നിരാശ്രയരായി, ഒരു പാർട്ടിയെയും അവർക്ക് ആശ്രയിക്കാനില്ല. അവരെ ആര് കൊന്നുവോ ആ കൊന്നവരെ തന്നെ ആശ്രയിച്ച് കഴിയേണ്ട വളരെ ഗതികെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്തുണ്ട് വഴി എന്ന് ചിന്തിച്ച ഒരേ ഒരു പണ്ഡിതൻ കേരളത്തിലുണ്ട്. ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലുടനീളം സ്കൂളുകൾ സ്ഥാപിച്ചു, പ്രാഥമിക കലാലയങ്ങൾ സ്ഥാപിച്ചു. തണുപ്പിലും ചൂടിലും ഒന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന ജനങ്ങൾക്ക് തണുപ്പുകാലത്ത് പുതക്കാൻ പുതപ്പ് കൊടുത്തു. ചൂടുകാലത്ത് അവർക്ക് ആവശ്യമായ കുടിവെള്ളത്തിന് വേണ്ടി, ജലം ലഭിക്കുന്നതിന് വേണ്ടി നൂറുകണക്കായ കിണറുകൾ ഗുജറാത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളുമായി മുന്നോട്ടു പോയി. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ മുഖത്ത് ഇന്ത്യ ഒരു വലിയ തെരഞ്ഞെടുപ്പിന്, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യത്തിലും വേദന അനുഭവിക്കുന്ന തന്റെ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സമുദ്ധരിക്കുന്നതിനും ഞാനിപ്പോ ഗുജറാത്തിൽ പോയി ഒരു തറക്കല്ല് പാകിയാൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ശിലയിട്ടാൽ, ഞാൻ അവിടെ ഒരു മുസ്ലിം സമ്മേളനം വിളിച്ചുകൂട്ടിയാൽ അതേക്കുറിച്ച് നരേന്ദ്രമോദി ഭരണകൂടം എങ്ങനെ വിലയിരുത്തും എന്ന അധൈര്യം, ഭീരുത്വം ഒരിക്കലും ആ പണ്ഡിതനെ പിന്നോട്ട് വലിച്ചില്ല. ഇന്ത്യ ഒരു വലിയ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ ഏതൊരു പ്രവർത്തനവും രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ തന്നെ മഹാനായ ആ പണ്ഡിതൻ ഗുജറാത്തിന്റെ തിരുമുറ്റത്ത്, ഗുജറാത്ത് സംസ്ഥാനത്ത് മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന പ്രദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ശില പാകി. ആ ശിലയുടെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ
പതിനായിരക്കണക്കായ ഗുജറാത്തിലെ മുസ്ലിം സഹോദരങ്ങളെ വിളിച്ചുകൂട്ടി സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ വെച്ച് അടിസ്ഥാനപരമായി ഈ സമുദായത്തിന്റെ ഗുജറാത്ത് മുസ്ലിമീങ്ങളുടെ ന്യൂനപക്ഷത്തിന്റെ അവരുടെ മുന്നാക്കാവസ്ഥക്ക്, അവരുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഇതാണ് പരിഹാരം. വിദ്യാഭ്യാസ രംഗത്തുള്ള പിന്നാക്കാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ട്. സാമൂഹിക രംഗത്തുള്ള പിന്നാക്കാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ട്. തൊഴിൽ രംഗത്തുള്ള പിന്നാക്കാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ട്. എന്റെ സമുദായത്തെ ശക്തമായ കരങ്ങൾ കൊണ്ട് പിടിച്ച് പടവുകൾ കയറ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നെഞ്ചൂക്കോടെ നിൽക്കാൻ കഴിയുന്ന ഒരു സമുദായത്തെ വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹിക ബോധം കൊണ്ടും രാഷ്ട്രീയ ബോധം കൊണ്ടും തൊഴിൽ കൊണ്ടും സാമ്പത്തിക ശക്തി കൊണ്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ ആർക്കും കടന്നാക്രമിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് ക്രൈസ്തവ സമൂഹം നമുക്ക്. ഇന്ത്യയിലെ ന്യൂനപക്ഷമാണ് ക്രൈസ്തവ സമൂഹം. പക്ഷേ അവരെ ആരും ആക്രമിക്കുന്നില്ല, അവരാരാലും ആക്രമിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട്? വിദ്യാഭ്യാസം കൊണ്ട്, സാമ്പത്തിക മേൽമ കൊണ്ട്, രാജ്യത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങളെ ആർക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് മൗനമായി, വാചാലമായി, പരോക്ഷമായി ചോദിക്കുവാൻ ക്രൈസ്തവ ജനതയ്ക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തെ പണ്ട് ജുഡീഷ്യറിയിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും ക്യാമ്പസിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമി ഇറക്കിക്കൊണ്ടുവന്നതുകൊണ്ട് അവർ പിന്നാക്കം തള്ളപ്പെട്ടിരിക്കുന്നു, അവർ പിറകോട്ട് തള്ളപ്പെട്ടിരിക്കുന്നു. ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അത് ഗുജറാത്തിൽ വേണം, കാശ്മീരിൽ വേണം, അതുപോലുള്ള ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വേണം. അതുകൊണ്ട് എന്റെ പ്രസ്ഥാനത്തോടൊപ്പം നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളെ വിദ്യാഭ്യാസപരമായി, തൊഴിൽപരമായി, സാമൂഹികമായി, സാമ്പത്തികമായി ഞാൻ സമുദ്ധരിക്കാമെന്ന് ആ മഹാനായ പണ്ഡിതൻ ഗുജറാത്തിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോ നമ്മുടെ മാധ്യമം പത്രം വാർത്ത ക്രമീകരിച്ചു. മാധ്യമം പത്രം എങ്ങനെയാണ് വാർത്ത ക്രമീകരിച്ചത്? നരേന്ദ്രമോദിക്ക് ഓശാന പാടാൻ വേണ്ടി ഇതാ കേരളത്തിൽ നിന്നൊരു ബറേൽവി എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അവരുടെ പത്രത്തിൽ വാർത്ത ക്രമീകരിച്ചു. ഞാൻ പറയുന്നത്, ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ചെറുതോ വലുതോ ആയ ഏതൊരു മുന്നേറ്റത്തിന്റെ മുമ്പിലും സാധ്യമാകുന്ന അത്ര സ്വന്തം ചന്തി കൊണ്ടെങ്കിലും തടസ്സം സൃഷ്ടിക്കുക എന്ന നയമാണ് രൂപീകരണ കാലഘട്ടം തൊട്ട് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തോട്, മുസ്ലിം സമുദായത്തോട്, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ജനവിഭാഗത്തോടും ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ചന്തികൾ തിരിച്ചറിയപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ ചന്തികൾ തിരിച്ചറിയപ്പെടണം, അത് തകർക്കപ്പെടണം. അത് തകർത്തെങ്കിൽ മാത്രമേ ഈ രാജ്യത്തുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിന് അവരുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ പിഴുതെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണം. രാഷ്ട്രീയമായി അതൊരു വലിയ പ്രസ്ഥാനമാണ്. അതെല്ലാം കൂടി ഇപ്പൊ അങ്ങോട്ട് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ മത്സരിച്ചിട്ട് ഇന്ത്യൻ പാർലമെന്റ് കൈയടക്കി പോകും എന്ന മിഥ്യാധാരണ ഒന്നും ഞങ്ങൾക്കില്ല. ഇതൊരു പുതിയ പരീക്ഷണമല്ല. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ കപട, ഏത് രംഗത്തും അങ്ങനെയാണ്, കപടമുഖം സ്വീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വരാറുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ജനകീയ മുന്നണി എന്ന പേരിൽ മുന്നണി രൂപീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കും അറിയില്ല, വോട്ട് ചെയ്ത വോട്ടർമാർക്കും അറിയില്ല ഇതിന്റെ പിന്നിലെ കറുത്ത ശക്തി ഏതാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നറിയില്ല. ജനകീയ മുന്നണി എന്ന പേരിൽ രംഗത്ത് വന്നു അല്ലേ. അതിനുശേഷം പിന്നീട് ജമാഅത്തെ ഇസ്ലാമി സ്വതന്ത്ര രൂപത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് പല രൂപത്തിലും രംഗത്ത് വന്നു. ആദ്യം മൂല്യം നോക്കിക്കൊണ്ട് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ശിർക്കായി കരുതപ്പെട്ടിരുന്ന കാര്യം തൗഹീദായി മാറുന്നു എന്നതാണ്. വോട്ട് ചെയ്യൽ ശിർക്കായിരുന്നു, അത് തൗഹീദായി മാറി. മത്സരിക്കൽ ശിർക്കായിരുന്നു, അത് തൗഹീദായി മാറി. ആ വിരോധാഭാസം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ കാപ്പട്യം സ്വീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നത്. സോളിഡാരിറ്റി എന്ന് പറയുന്ന യുവജന സംഘടന പാലക്കാട്ട് വെച്ച് രൂപീകരിച്ച് അതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സോളിഡാരിറ്റിയുടെ നേതാക്കന്മാർ പറഞ്ഞത് മതം ഞങ്ങളുടെ അജണ്ടയല്ല എന്നായിരുന്നു.
മതം ഞങ്ങളുടെ അജണ്ടയല്ല. പിന്നെ ഞങ്ങളുടെ അജണ്ട എന്താണ്? ഞങ്ങളുടെ അജണ്ട പ്ലാച്ചിമടയിലെ മൈലമ്മക്ക് വള്ളം കുത്തലാണ്. പ്ലാച്ചിമടയിലെ മൈലമ്മക്ക് വെള്ളമുണ്ടോ എന്ന് നോക്കലാണ് ഞങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പാലക്കാട്ട് വെച്ച് പത്രസമ്മേളനം നടത്തിയത്. ഇപ്പൊ മതരംഗത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന യുവജന സംഘടനയായി സോളിഡാരിറ്റിയെ മാറ്റുകയും വെൽഫെയർ പാർട്ടി എന്ന പേരിൽ മറ്റൊരു സംഘടനയുണ്ടാക്കി രാഷ്ട്രീയ രംഗത്ത് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്കൊട്ടും ഭയമില്ല. ഒന്ന്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാനും സാധിക്കുകയില്ല. രണ്ട്, പക്ഷേ നിങ്ങളുടെ പ്രചണ്ഡമായ പ്രചാരണത്തിൽ തെറ്റിദ്ധരിച്ചു പോകുന്ന ഈ രാജ്യത്തുള്ള മതേതര ജനാധിപത്യ കാഴ്ചപ്പാടുകൾ അംഗീകരിക്കുന്ന ഒരു ജനവിഭാഗം, വലിയ ഒരു ജനവിഭാഗം ഇവിടെയുണ്ട്. അവർക്ക് നിങ്ങളുടെ തനിനിറം നിങ്ങളുടെ തനിനിറം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ന്യായമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങള് SSF എന്ന് പറയുന്നത് അല്ലെങ്കിൽ SYS എന്ന് പറയുന്ന ഈ പ്രസ്ഥാനങ്ങളൊക്കെയും ഇതൊരു വിമർശനാതീതമായ പ്രസ്ഥാനങ്ങളാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങൾ വിമർശനങ്ങളെ കേൾക്കുവാൻ തയ്യാറാണ്. വിമർശനങ്ങളോട് മാന്യമായി പ്രതികരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഗുണമുണ്ട്. എന്താണത്? ജമാഅത്തെ ഇസ്ലാമി വിമർശനങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു പ്രസ്ഥാനമാണ്. സങ്കുചിതവും വളരെ കുടുസും വളരെ വളരെ ദയനീയവുമായ ഒരു മനോതലമാണ് വാസ്തവത്തിൽ ജമാഅത്തെ ഇസ്ലാമി കൊണ്ട് നടക്കുന്നത്. അതിന് വിമർശനങ്ങൾ ഇഷ്ടമല്ല. പിന്നെ വിമർശനങ്ങൾ ചങ്കിന് കൊള്ളുമ്പോ ചിലപ്പോ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന ഒരു നയമുണ്ട്. അത് ഒട്ടകപ്പക്ഷിയുടെ നയമാണ്. മണ്ണിലേക്ക് തലയും പൂഴ്ത്തി ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ കിടക്കും, വേണമെങ്കിലും മാസങ്ങളോളം കിടക്കും. പക്ഷേ ആ മണ്ണിൽ പൂഴ്ത്തിയിട്ട ശിരസ്സുകൾ, തലകളുണ്ടല്ലോ, ആ തലകളെ വാരി പുറത്തിട്ട് കൊക്കാനും പാറാനും അല്ലെങ്കിൽ പ്രതികരിക്കാനും നിർബന്ധിതമാക്കി എന്നതാണ് SSF പ്രസ്ഥാനവും അതിന്റെ മുഖപത്രമായ റിസാല വാരികയും കേരളത്തിൽ നിർവഹിച്ച ദൌത്യം എന്നുകൂടി ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞതിന്റെ ആകത്തുക ജമാഅത്തെ ഇസ്ലാമി ചില ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. കാരണം ഇത്രയും വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ജമാഅത്തെ ഇസ്ലാമിയെ കാണുന്നവരും കേൾക്കുന്നവരും പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരുമാണ് ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നീക്കത്തിലും എന്തെങ്കിലും ഒരു കൗതുകം തോന്നിയിട്ടില്ല. കാരണം അതതിന്റെ രൂപീകരണ കാലഘട്ടം തൊട്ട് തന്നെ അങ്ങനെയാണ്. ഇരട്ട മുഖത്തോടെയാണ്. ചിലപ്പോ വേണമെങ്കിൽ ഇരട്ടയല്ല, ചതുർമുഖം സ്വീകരിക്കുവാനും ജമാഅത്തെ ഇസ്ലാമി തയ്യാറാകും. അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇക്കാലം അത്രയുമുള്ള ഒരു നീക്കമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൗതുകകരമായ കാര്യമല്ല. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഈ രാജ്യത്തുള്ള പൗരജനങ്ങളോട് ചില ചോദ്യങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി ഉത്തരം പറയേണ്ടതുണ്ട്. ആ ചോദ്യങ്ങളാണ് ഞാൻ എന്റെ സംസാരത്തിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചത്. ആ ചോദ്യങ്ങളാണ് ഈ ചർച്ചാ സമ്മേളനം ഇവിടെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തിയിട്ടുള്ളത് എന്ന കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, നമ്മുടെ ചർച്ചാ സമ്മേളനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. SSF സംസ്ഥാന കമ്മിറ്റി ഈ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ച് അതിന് വേദിയൊരുക്കുമ്പോൾ മറ്റു ചിലർ കൂടി നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് നമുക്ക് വാക്ക് നൽകിയിരുന്നു. എന്തോ അസൗകര്യമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തിട്ടില്ലെങ്കിലും ഈ ചർച്ചാ സമ്മേളനം സമ്പന്നവും ഇന്ത്യ മഹാരാജ്യം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചും അല്ലെങ്കിൽ തന്നെ പൊതുവെയും ജമാഅത്തെ ഇസ്ലാമിയുടെ കപടമുഖം സമൂഹത്തിന്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നതിന് ഈ ചർച്ചാ സമ്മേളനം എന്തുകൊണ്ടും ഉപയുക്തമായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയും വിചാരിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൽ പങ്കെടുത്ത, നമ്മോട് സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്ത വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും വളരെ ക്ഷമാപൂർവം സന്തോഷപൂർവം ഇതേറ്റ് സ്വീകരിച്ച മാന്യ ശ്രോതാക്കൾക്കും എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഉമർ ഓങ്ങല്ലൂർ നന്ദി പ്രകാശിപ്പിക്കുന്നു.
സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഈ സാഹചര്യത്തിൽ വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ്